ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി നോക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചോറിന് എന്തെങ്കിലും ഉച്ചയ്ക്കൊക്കെ ചോറ് കഴിക്കുമ്പോൾ എന്തെങ്കിലും കറിയില്ലാതെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഓപ്ഷണലാണ്. എനിക്കിവിടെ ഒരെണ്ണം ബാലൻസ് കിടന്നപ്പോൾ ഞാൻ അതും കൂടെ ആഡ് ചെയ്തെന്നുള്ളൂ. ഇനി നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ പൊട്ടറ്റോ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാരറ്റ് എടുത്ത് അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുത്തു. അപ്പോൾ മാക്സിമം ചെറുതാക്കി അരിയുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിതുപോലെ മെഴുക്ക് പുരട്ടിയും തോരനൊക്കെ വയ്ക്കുമ്പോൾ വെജിറ്റബിൾസ് മാക്സിമം ചെറുതായിട്ടാണ് അരിയാറ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും മാക്സിമം ചെറുതാക്കി തന്നെയാണ് കട്ട് ചെയ്യാറ്. പിന്നെ ഇങ്ങനെ രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനതൊരു 2-3 തവണ കഴുകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത ക്യാരറ്റും പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു സവാള എടുത്തു. ഒരു സവാള ഇതുപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു. സവാള ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ചുമന്നുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനൊരു സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ അരിഞ്ഞ പോലെ തന്നെ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുത്തു. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്. ഞാൻ അധികം എരിവ് ചേർക്കുന്നില്ല, കാരണം വേറെ മസാലകൾ നമുക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആകെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇത് അത്യാവശ്യം എരിവുള്ള മുളകായിരുന്നു, അതുകൊണ്ട് മുളക് ഞാനിതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ തന്നെ തൊണ്ടിളഞ്ഞെടുത്തിട്ട് ഞാൻ ചെറുതാക്കി കുരുവനാന്ന് അരിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം, സ്ഥിരമായിട്ട് നമ്മുടെ വേപ്പിലയും കൂടെ കുറച്ച് ആഡ് ചെയ്തു. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ആദ്യം തന്നെ നമ്മുടെ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാലകൾ ചേർക്കാം. ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്തു, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇത്ര ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നൊരു 8-10 മിനിറ്റ് വേവിച്ചെടുത്തു. ഞാനങ്ങനെ 8-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് അത്യാവശ്യം നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് എടുക്കാം. ഒരു 8-10 മിനിറ്റ് വെന്താൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനൊക്കെ ഇത് നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്